السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ അസീൽ അസീസ് 2015 ജനുവരി മാസം 9 നടത്തിയ ജുമുഅ ഖുതുബയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നമ്മുടെ മുഹീദ്ദീൻ ഷേഖ് ഇമാം അവർകൾ വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനം പാരായണം ചെയ്തുകൊണ്ടാണ് പ്രസ്തുത ഖുതുബ നിർവഹിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. إما يبلغن عندك الكبر أحدهما أو كلاهما ولا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. പ്രസ്തുത വചനത്തിൻ്റെ മലയാള പരിഭാഷ നമുക്ക് ഇപ്രകാരം വായിക്കാവുന്നതാണ്. തന്നെയല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് നിന്റെ നാഥൻ ശക്തമായ ആജ്ഞ നൽകിയിരിക്കുന്നു. അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുവാൻ പാടില്ല എന്ന ആജ്ഞ ശക്തമായ നിലയിൽ അല്ലാഹു തആല നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഇഹലോക കാര്യങ്ങളിൽ ഒന്ന്, മാതാപിതാക്കളോട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറണമെന്നും അവർ 2 പേരിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരുമോ നിൻ്റെ അടുക്കൽ നിൻ്റെ ജീവിതകാലത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. നീ അവർ 2 പേരോടും കയർത്തു സംസാരിക്കുകയും അരുത്. അവർ 2 പേരോടും മാന്യമായ വാക്കു പറയുക. സൂറ ബനി ഇസ്രായേലിലെ 24-ാമത്തെ വചനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ജീവിത പാഠമാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ഈ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുത്. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും ഉത്തമമായ നിലയിൽ പെരുമാറണം. ഈ വചനങ്ങളൊക്കെ വിശുദ്ധ വചനങ്ങൾ നമ്മുടെ സന്താനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തെങ്കിലേ പറ്റൂ, അവർക്ക് മനസ്സിലാക്കി കൊടുത്തെങ്കിലേ പറ്റൂ. അതിൻ്റെ ഗൗരവം അറിയണമെങ്കിൽ ഈ വിശുദ്ധ ഖുർആനും വിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചു തന്ന ഈ അധ്യാപനങ്ങൾ ശരിയായ നിലയിൽ അവർക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിയണം.
അപ്പം മുന്നേ പോകുന്ന ആളുകൾ തങ്ങളുടെ മാതാപിതാക്കളോട് എങ്ങനെയാണ് വർത്തിക്കുന്നതെന്ന് നോക്കിക്കണ്ടുകൊണ്ട് അടുത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരികയാണ്. അപ്പോൾ നമ്മൾ മുതിർന്നവർ ചെയ്യുന്ന, നമ്മുടെ മാതാപിതാക്കളോട് കാണിക്കുന്ന ആ അനുകമ്പ, സ്നേഹം, ആദരവ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആ പ്രതിപത്തി ഉണ്ടല്ലോ, ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സന്താനങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർ തങ്ങളുടെ മാതാപിതാക്കളോട് ആ നിലയിൽ വർത്തിക്കുവാൻ അവർക്ക് കഴിയും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് മോശമായി സംസാരിക്കുകയും അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് ദുഃഖം വരുത്തി വയ്ക്കുകയും അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകുകയാണെങ്കിൽ അതവർക്ക് അല്ലാഹു തആല തീരെ ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം അല്ലാഹു തആല പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു, അല്ലാഹുവിനെ അല്ലാതെ നിങ്ങൾ മറ്റാരെയും ആരാധിക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അങ്ങനെ ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും ഉത്തമമായ നിലയിൽ, അവർക്ക് സന്തോഷം വരുന്ന നിലയിൽ. ഒരേ ഒരു കാര്യം മാത്രമേ അവർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കാതിരിക്കാൻ പാടുള്ളൂ. ആ ഒരു കാര്യം, അല്ലാഹുവിനെ ആരാധിക്കേണ്ട നീ എന്ന് മാതാപിതാക്കൾ തങ്ങളുടെ സന്താനങ്ങളോട് പറഞ്ഞാൽ അതിനെ അവർക്ക് അനുസരിക്കാതിരിക്കാം. ബാക്കിയൊക്കെ കാര്യങ്ങൾ അവരൊക്കെ വേണ്ടുന്നത് നമ്മൾ ചെയ്തു കൊടുത്തേ പറയും. അതാണ് തൊട്ടടുത്ത് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇമ്മാ യബ്ലു അന്ന ഇൻദകൽ കിബറ, ഇനി അവർ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നാൽ അഹദുഹുമ ഔ കിലാഹുമ, രണ്ടുപേരും അല്ലെങ്കിൽ ഒരാൾ, ചിലപ്പോൾ നേരത്തെ ഒരാൾ മരിച്ചു പോയിരിക്കും, പിന്നെ ഒരാളെ കാണും, ചിലപ്പോൾ അവർ രണ്ടുപേരും കാണും, വാർദ്ധക്യം ആയി, പിന്നെ അവർക്കൊന്നും ചെയ്യാനും പ്രവർത്തിക്കാനും ഒന്നും കഴിയാതിരിക്കുന്ന അവസ്ഥ. വകിലാഹുമ ഫലാ തഖുല്ലഹുമ ഉഫിൻ, അവരോട് അവർക്ക് പ്രയാസം വരുന്ന ഒരു പദം പോലും നിങ്ങളുടെ നാവിൽ നിന്ന് പുറത്തു വരരുത്. വലാ തൻഹർഹുമ, അവരോട് പരുഷമായ നിലയിൽ ഒരു വാക്കും ഉണ്ടാകരുത്. വഖുല്ലഹുമ ഖൗലൻ കരീമ, അവരോട് ഏറ്റവും മാന്യമായ നിലയിലുള്ള വാക്കുകളായിരിക്കണം നിങ്ങൾ അവരോട് പറയണം. നമ്മുടെ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള ഇന്നത്തെ വെള്ളിയാഴ്ച ഖുത്ബയുടെ പ്രധാന ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് എൻ്റെ മേലും എൻ്റെ ജമാഅത്തിൻ്റെ മേലും അള്ളാഹു ചൊരിയുന്ന അപാരമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വിശുദ്ധ ഖുർആൻ ഈ കാലഘട്ടത്തിൽ മാനവരാശിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത മുഹീദ്ദീൻ ഷെയ്ഖ് അവർകൾ പറയുകയാണ്, അള്ളാഹു ചൊരിയുന്ന അപാരമായ അനുഗ്രഹങ്ങൾക്ക് ഞാൻ ആദ്യമേ നന്ദി രേഖപ്പെടുത്തുകയാണ്. ദിനംതോറും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് നിങ്ങളെ ഞാൻ അറിയിച്ചിരുന്നത് പോലെ എനിക്ക് ബ്രിട്ടനിലെ ലണ്ടനിൽ പോകേണ്ടതുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല അനേകം ദൃഷ്ടാന്തങ്ങൾ കാണിക്കുകയുണ്ടായി. അങ്ങനെ ലണ്ടൻ സന്ദർശനം പൂർത്തിയാക്കി അവിടുത്തെ അഹമ്മദികളോട് അവരാദ്യം മോശമായി പെരുമാറിയെങ്കിലും അവരോട് അദ്ദേഹം, നമ്മുടെ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം, 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അവരാദ്യം അല്ലാഹു തആല എന്നെ മുഹീദ്ദീൻ ഷെയ്ഖായി നിശ്ചയിച്ചിരിക്കുന്നു, ആ ആളാണ് ഞാൻ എന്ന് ആ പള്ളിയിൽ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആളുകൾ ഒന്ന് പരിഹസിച്ചു, ഒന്ന് ചിരിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇപ്പോൾ പരിഹസിച്ചു, നിങ്ങൾ ചിരിച്ചു, അള്ളാഹുവിൽ നിന്ന് ഓരോ നൂറ്റാണ്ടിലും അള്ളാഹു ഒരാളെ നിയോഗിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിൽ അല്ലാഹു തആല അങ്ങനെ നിയോഗിച്ച ഒരാളെ വിശ്വസിച്ച ആളല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഓരോ നൂറ്റാണ്ടിലും അല്ലാഹു തആല അയക്കുമെന്ന്. അപ്രകാരം ഈ നൂറ്റാണ്ടിൽ 14-ാം നൂറ്റാണ്ടിൽ എപ്രകാരം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുവോ അതേ നിലയിൽ 15-ാം നൂറ്റാണ്ടിൽ അല്ലാഹു തആല എന്നെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ പരിഹസിക്കുകയാണെങ്കിൽ അത് എനിക്ക് അശേഷം ബാധകമാകില്ല. എന്നെ നിയോഗിച്ചവനെയാണ് നിങ്ങൾ തിരസ്കരിക്കുന്നത്. എന്നോട് നിങ്ങൾ വെറുപ്പോ വിദ്വേഷമോ വെച്ച് പുലർത്തിയിട്ടൊരു കാര്യമില്ല. ഞാൻ എന്നെ നിയോഗിച്ചവൻ്റെ നിയോഗ വാർത്തയാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് പറയുകയുണ്ടായി. അവിടെ ഇരുന്ന എല്ലാവരും വളരെ പെട്ടെന്ന് നിന്ന് മാനസാന്തരം വന്നതുപോലെ
പിന്നീട് അദ്ദേഹത്തോട് വളരെ ആദരപൂർവ്വം സംസാരിക്കുകയും പെരുമാറുകയും ചെയ്ത് സന്തോഷത്തോടുകൂടി അവരുടെ ഈ സമീപനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വളരെ നല്ല നിലയിൽ അദ്ദേഹത്തെ അവിടുന്ന് യാത്രയാക്കി. എല്ലാറ്റിനും ഉപരിയായി പറയുവാനുള്ളത് മൗറീഷ്യസിലെ അഹമ്മദികളിൽ നിന്നും അവരുടെ ബഹിഷ്കരണ പദ്ധതികളിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു ലണ്ടൻ അഹമ്മദികൾ. അപ്പോൾ ഓരോ പ്രദേശങ്ങളിലുമുള്ള ആളുകൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനനുസൃതമായിട്ട് അവരിൽ പരിവർത്തനങ്ങളുണ്ടാവും. ആദ്യം പരിഹസിച്ചു, അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല. അവരോട് തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അവർക്ക് മറുപടിയില്ലായിരുന്നു. അവർ അപ്പോൾ മാപ്പാക്കണമെന്ന് പറഞ്ഞുള്ള ഹൃദയ വിശാലതയോടുകൂടി ആ കാര്യത്തെ അവർ നോക്കിക്കണ്ടു. അപ്പോൾ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ ഇതെല്ലാം മനുഷ്യ സഹജമാണ്. അതെല്ലാം ഉണ്ടാകാം. അതൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി തിരുത്തി അവരെ നേർവഴിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനെ നിയോഗിച്ചിരിക്കുന്നു. ഈ കാര്യം നമ്മൾ നമ്മുടെ ഭാര്യമാരോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമ്മൾ ബന്ധപ്പെടുന്ന നമ്മുടെ ആത്മമിത്രങ്ങളുണ്ടല്ലോ, അവരോട് ഒക്കെ പറയുവാനുള്ള ആത്മധൈര്യം കാണിക്കുന്നില്ല എങ്കിൽ സത്യത്തെ മറച്ചു വെച്ചതിൻ്റെ പേരിൽ അല്ലാഹു തആല നാളെ നമ്മളോട് ഓരോ പ്രവൃത്തിയെപ്പറ്റിയും വിചാരണ നടത്തുമ്പോൾ ഇതിനെല്ലാം സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. എല്ലാം മനസ്സിലാക്കിയ ശേഷം, എല്ലാം അറിഞ്ഞ ശേഷം ഈ പരിശുദ്ധമായ എൻ്റെ സന്ദേശത്തെ ലോകമെങ്ങും എത്തിക്കുന്നതിന് വേണ്ടി ഓരോ നൂറ്റാണ്ടിലും ഞാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഏർപ്പാടിനെ നിങ്ങൾ തിരസ്കരിച്ചു, തള്ളിപ്പറഞ്ഞു. അതിനോട് ചേർന്ന് നിന്ന് അള്ളാൻ്റെ ദീനിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിച്ചില്ല എന്നത് വളരെ ഗൗരവമുള്ള കുറ്റം തന്നെയായിരിക്കും. ഇതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് എന്തെങ്കിലും നേടാമെന്ന് വിചാരിക്കുന്നു എങ്കിൽ അതൊക്കെ വെറും വ്യാമോഹം. ചിലപ്പോൾ നമുക്ക് കുറച്ച് സമ്പത്തുണ്ടാക്കി വയ്ക്കാം എന്ന് കരുതാം. ചിലപ്പോൾ നമുക്ക് വളരെ ഔന്നത്യത്തിലേക്കുള്ള ജോലിയൊക്കെ സമ്പാദിച്ചെടുക്കാമെന്ന് നമുക്ക് കരുതാം. പിന്നെ സമൂഹത്തിൽ വലിയ വലിയ മാന്യമായ സ്ഥാനങ്ങളിലേക്ക് സത്യനിഷേധികളായ ആളുകളോടൊപ്പം ചേർന്ന് നിന്നാൽ നമ്മൾ ഉയർത്തിയെന്ന് വരാം. എന്നാൽ ഒരു ദിനം നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കൂടെ കാണില്ല, നിങ്ങളുടെ ഡിഗ്രികളൊന്നും കൂടെ കാണുകയില്ല. സമൂഹത്തിൽ നിങ്ങൾക്ക് ഏത് പദവിയിൽ ഉയർത്തി നിർത്തിയിരുന്നു ആ ആളുകൾ ആരും കാണില്ല. നിങ്ങൾ ഈ ശരീരത്തിൽ നിന്നും വേർപെട്ട് പോകും. അങ്ങനെ ഒരു ദിനം തീർച്ചയായിട്ടും മനുഷ്യന് നാം കൊടുക്കുന്നതാണ്. നാം അവനെ കൂട്ടിക്കൊണ്ടുവരും. എപ്രകാരം ഈ ഭൂമുഖത്തേക്ക് കൊണ്ടുവന്നുവോ അവനിൽ എപ്രകാരം നാം ആത്മാവിനെ ഊതി ആ ആത്മാവിലൂടെ അവന് ശരീരത്തിലേക്ക് പ്രവേശിച്ച് അവൻ വന്നുപോകും, അതുപോലെ ഈ ശരീരത്തിൽ നിന്നും അവനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾ നിസ്സഹായനായി, നിങ്ങളുടെ ഭാര്യയില്ല, മക്കളില്ല, സമ്പത്തില്ല, പദവികളില്ല, യാതൊന്നുമില്ലാത്ത നിലയിൽ വരുന്ന ഒരു ദിനത്തെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. വളരെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യങ്ങളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ലോകവും ഇവിടുത്തെ പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ച് പോകുന്നവരാണ്. അങ്ങനെ പോകേണ്ടി വരുന്നവരാണ്. ആ കാലം നമുക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അഹോരാത്രം നമ്മൾ പ്രവർത്തിക്കുമെങ്കിൽ അതൊക്കെ നമ്മുടെ മരണശേഷവും സദഖത്തുൻ ജാരിയായി ഈ ഭൂമുഖത്ത് നിലനിൽക്കും. അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ അപ്രകാരമുള്ള തലമുറകളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. അവരില്ല, അവരുടെ സമ്പത്തില്ല, അവരുടെ സന്താനങ്ങളില്ല, എല്ലാം നശിച്ചൊടുങ്ങിപ്പോകുന്ന കം മഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ച് കളഞ്ഞത്. അവരുടെ കഥകളൊന്നും പറയുവാൻ അവരാരും ഈ ഭൂമുഖത്തേക്ക് മടങ്ങി വരുന്നില്ല. ഇതുപോലെ നമ്മളും ഈ ലോകം വിട്ട് പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്രതിനിധി ഈ ലോകത്ത് വന്നിരിക്കുന്നു, ഹസ്രത്ത് മുഹീദ്ദീൻ ഷെയ്ഖ്. ആ മുഹീദ്ദീൻ ഷെയ്ഖ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഇതിലെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരിക. ഈ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭാര്യാമക്കളോടും നമ്മുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും നമുക്ക് ആത്മാർത്ഥത നിറഞ്ഞ ഹൃദയത്തോടു കൂടി പറയുവാനും എല്ലാ ജാതി വിഭാഗങ്ങളോടും യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പഠിപ്പിച്ച അള്ളാഹു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസൽമാനോ ജൂതനോ പാർസിയോ ഏഷ്യക്കാരനോ യൂറോപ്പുകാരനോ എന്നൊന്നും നോക്കാതെ ഏതൊരു മനുഷ്യനോടും സ്നേഹത്തോടു കൂടി സംസാരിക്കുകയും പെരുമാറുകയും എൻ്റെയും നിൻ്റെയും നിങ്ങളുടെയും എൻ്റെയും റബ്ബ് രക്ഷിതാവ് ഒരുവൻ തന്നെയാണ് എന്ന് പറഞ്ഞ് അവരെ നമ്മൾ ചേർത്ത് നിർത്തുകയാണെങ്കിൽ
അതാണ് ദീൻ. ഫഅ്ബുദുല്ലാഹ മുഖ്ലിസീന, നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ. ഏത് ചണ്ടാളനെന്ന് കരുതുന്ന ഒരു വ്യക്തിയെയും നമുക്ക് നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കഴിയണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്വത്തെ അവരിലേക്ക് ചാലിച്ച് കൊടുക്കുവാൻ കഴിയുന്നത് അങ്ങനെയാണ്. ആ നിലയിൽ നിങ്ങൾ പ്രവർത്തിക്കണം. അള്ളാഹു തആലയോടും അവൻ്റെ റസൂലിനോടുമുള്ള അനുസരണം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കടമ മാതാപിതാക്കളെ അനുസരിക്കലും അവരെ നല്ല നിലയിൽ സംരക്ഷിക്കലുമാണ്. സൂറ ബനി ഇസ്രായേലിൽ സകലതും സൃഷ്ടിച്ച അള്ളാഹു തആല പറയുന്നു, തന്നെ അല്ലാതെ മറ്റാരെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് നിൻ്റെ നാഥൻ ശക്തമായ ആജ്ഞ നൽകിയിരിക്കുന്നു. മാതാപിതാക്കളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നും അവർ രണ്ടുപേരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിൻ്റെ അടുക്കൽ നിൻ്റെ ജീവിതകാലത്ത് വാർദ്ധക്യം പ്രാപിക്കുകയാണെങ്കിൽ നീ അവരോട് ഛേ എന്ന് പോലും പറഞ്ഞു പോകരുത്. നീ അവർ രണ്ടുപേരോടും കയർത്ത് സംസാരിക്കുകയുമരുത്. അവർ രണ്ടുപേരോടും മാന്യമായ വാക്ക് പറയുക. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളെ സ്നേഹവായ്പോടെ സഹായിക്കേണ്ടതാണ്. അവർ ഏത് അവസ്ഥയിലാണെങ്കിലും അവരുടെ ആഗ്രഹങ്ങൾ നല്ല നിലയിൽ പൂർത്തിയാക്കേണ്ടതാണ്. മാതാപിതാക്കളോട് കാണിക്കേണ്ട ആദരവിനെ പറ്റിയും ഉത്തരവാദിത്വത്തെക്കുറിച്ചും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏതാനും വചനങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്വ നിർവഹണത്തെക്കുറിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ തൃപ്തിക്കായി ചെയ്യാവുന്ന ഏറ്റവും നല്ല ജോലി എന്താണ് എന്ന് ഒരാൾ ഒരിക്കൽ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, ആരായുകയുണ്ടായി. യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന് തൃപ്തി കിട്ടുന്ന ഏറ്റവും നല്ല ജോലി എന്താണ്? ദൈവദൂതൻ മറുപടി പറഞ്ഞു, നിശ്ചിത സമയങ്ങളിൽ നമസ്കരിക്കുക. നിശ്ചിത സമയങ്ങളിൽ നമസ്കരിക്കുക. നോക്കൂ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ജുമാ ഒരുമിച്ച് കൂടുന്ന ദിനമാക്കിയിരിക്കുന്ന ഈദുൽ മുഅ്മിനീൻ എന്നാണ്. മുഅ്മിനീങ്ങളുടെ ഈദ് ആഘോഷ ദിനമാണ്. അവൻ പള്ളിയിലേക്ക് പോകുന്നു. എത്ര നേരത്തെ പോകുന്നുവോ അത്രയും ശ്രേഷ്ഠത കൊടുത്തിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ആരാണോ വെള്ളിയാഴ്ച ദിവസത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനായി പള്ളിയിൽ നേരത്തെ എത്തുന്നത്, അവൻ ഒരു പെണ്ണൊട്ടകത്തിനെ അറുത്ത് സദക്ക ചെയ്ത കൂലി പോലെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ജുമായ്ക്ക് വേണ്ടി നമ്മൾ നേരത്തെ പള്ളിയിലെത്തി പള്ളിയിലെ ദിക്റും സലാത്തുമായിട്ട് അത് പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പെണ്ണ് ഒട്ടകത്തിൻ്റെ വില ഇന്ന് എത്ര ലക്ഷമുണ്ടെങ്കിൽ പറ്റും. ഇന്ന് ഒരു ആട്ടുകുട്ടിയെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ കിടന്ന് തെക്ക് വടക്ക് ഓടുന്നു. ഒരു പെണ്ണൊട്ടകത്തെ അറുത്ത് കൊടുത്ത സദക്ക ചെയ്ത ആ കൂലി അവന് കൊടുക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ദഖുൽ ഹദീസ്, വാർത്തകളിൽ ഏറ്റവും വലിയ സത്യസന്ധനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണത്. അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കണം. ഇനി രണ്ടാമതാണ് പ്രവേശിക്കുന്നതെങ്കിൽ അവന് ഒരു പശുവിനെ അറുത്തു കൊടുത്ത കൂലി. മൂന്നാമത് പ്രവേശിക്കുന്നവന് ഒരു ആടിന്, നാലാമത് പ്രവേശിക്കുന്നവന് ഒരു കോഴി, അഞ്ചാമത് പ്രവേശിക്കുന്നവന് ഒരു മുട്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾക്ക് അതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളെ അത് എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു. അപ്പോൾ ഈ ജുമാ ഖുതുബ എന്ന് പറയുന്നത് 2 റക്അത്ത് നമസ്കാരത്തിൻ്റെ സമയമാണ്. അപ്പോൾ അതിനു മുമ്പുള്ള 2 റക്അത്ത് നമസ്കാര സമയമാണ് ഈ ഖുതുബ. ആ ഖുതുബയ്ക്ക് മുമ്പായിട്ട് തന്നെ എത്തിച്ചേരുകയും ഇതിനു വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് യഥാർത്ഥമായ നിലയിൽ നമ്മുടെ ഉള്ളിൽ നമുക്കത് ഒരു തീപ്പരി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സദക്ക ചെയ്ത കൂലി കിട്ടുന്നതിന് വേണ്ടി മറ്റൊരു വഴിയുമില്ല. ഈ വെള്ളിയാഴ്ചകളിൽ നമ്മൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ഇന്നൊരു ആടിനെ വാങ്ങിച്ച് സദക്ക ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപ വേണം? ഒരു കോഴിയെ അവസാനം പറഞ്ഞ് നമ്മളൊരു കോഴി മറ്റേ ആയാലും അത് കിട്ടുമെന്ന്. ഏതായാലും വലിയ പ്രതിഫലം അല്ലാഹു തആല നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ഇതൊക്കെ കരസ്ഥമാക്കാൻ ഇതിലുള്ള ഈമാൻ നമുക്ക് വേണം. അള്ളാഹു പറഞ്ഞതും അവൻ്റെ പ്രവാചകൻ നമ്മൾക്ക് കാണിച്ചു തന്നതുമായ ഈ പാത അങ്ങനെയുള്ള പ്രതിഫലങ്ങൾ നൽകുന്ന ഒരു പാതയാണ്. അത് മരണാനന്തരം നിങ്ങൾക്ക് വെച്ചിരിക്കുകയാണ്. ഈഹലോകത്തൊരു പക്ഷേ നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല, പക്ഷേ മരണാനന്തരം നിങ്ങൾക്ക് ഇത് ലഭിക്കുക തന്നെ ചെയ്യും.
പിന്നെ ഇഹലോകത്ത് നിങ്ങളുടെ വഴിയിൽ വരാവുന്ന എല്ലാ വിധത്തിലുള്ള തടസ്സങ്ങളെയും അള്ളാഹു താല മാറ്റും, ഈ ദീനിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ. അതിനുശേഷം അപ്പോൾ നിശ്ചിത സമയങ്ങളിൽ നമസ്കരിക്കുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, അള്ളാഹുവിൻ്റെ പക്കൽ കൂലി കിട്ടുന്നത്. അതിനുശേഷം അയാൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല അത് മനസ്സിലായി, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുക, നമസ്കരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് തൃപ്തി ലഭിക്കുന്ന ഏറ്റവും പ്രിയങ്കരമായ കാര്യം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി പരിചരിക്കുക. പിന്നെ ആക്ഷനാണ്. മറ്റേത് നമുക്ക് നിസ്കാരക്കാരാണെന്ന് കാണിക്കാം, നിസ്കാര തൊഴിലാളികളാണ്. പക്ഷേ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ അവർ പെരുമാറുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അവർക്ക് എന്താണോ സ്നേഹവും സന്തോഷവും തൃപ്തിയും ഉണ്ടാകുന്നത്, ആ പ്രവൃത്തി, ആ വാക്ക് ചെയ്യുക. അത് അവരുടെ ദുആയ്ക്ക് കാരണമായി തീരും. അങ്ങനെ പെരുമാറുന്ന തങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന ദുആ അവർക്ക് ഇഹലോകത്തും നാളെ പരലോകത്തും വളരെ വലിയ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും പാത്രമായി തീരുന്നതാണ്. മറ്റൊരു പ്രവാചക വചനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഹസരത്ത് ഉമാമ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരാൾ പ്രവാചക സവിധത്തിൽ വന്നിട്ട് ഒരു കുട്ടി തൻ്റെ രക്ഷിതാക്കളോടുള്ള ഉത്തരവാദിത്വം എന്താകുന്നു എന്ന് ചോദിച്ചു. ഒരു കുട്ടി തൻ്റെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്വം എന്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ പ്രവാചകർ പറഞ്ഞു, മാതാപിതാക്കൾ ഒന്നുകിൽ സ്വർഗത്തിലായിരിക്കും അല്ലെങ്കിൽ നരകത്തിലായിരിക്കും. ആയതിനാൽ നിങ്ങൾ അവരോട് നന്നായി പെരുമാറിയാൽ നിങ്ങളെ അവൻ സ്വർഗത്തിലേക്ക് നയിക്കുന്നതാണ്. അവരെ നിങ്ങൾ വിഷമിപ്പിച്ചാൽ അഥവാ കോപമുള്ളവരാക്കി തീർത്താൽ നിങ്ങളെ അവൻ നരകാവകാശിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടാകുന്ന, ബുദ്ധിമുട്ട് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ചെയ്താൽ അവരുടെ പ്രവർത്തനങ്ങൾ മൂലം അവരെ അത് നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഇനി അവർക്ക് നന്മയുണ്ടാകുന്ന, സന്തോഷമുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവരെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രവാചക വചനത്തിൽ ഹസരത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ മാതാപിതാക്കളെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിൻ്റെ അടയാളമായി, അതിൻ്റെ പ്രതിഫലമായി അവന് വേണ്ടി സ്വർഗത്തിൽ 2 വാതിലുകൾ തുറന്നിടുന്നതാണ്. മറിച്ച് ഒരുവൻ തൻ്റെ മാതാപിതാക്കളെ അവഗണിച്ചാൽ അവന് പ്രതിഫലമായി നരകത്തിലെ 2 വാതിലുകൾ തുറന്നിടുന്നതാണ്. അവന് ഒരു രക്ഷകർത്താവേ ഉള്ളൂ എങ്കിൽ അവന് വേണ്ടി സ്വർഗത്തിൽ 1 വാതിൽ അല്ലെങ്കിൽ നരകത്തിൽ 1 വാതിൽ തുറക്കപ്പെടുന്നതാണ്. ഇത് കേട്ട ഒരു അനുചരൻ ചോദിക്കുകയുണ്ടായി, ഓ ദൈവദൂതരെ, മാതാപിതാക്കൾ ആ കുട്ടിയോട് മോശമായി പെരുമാറിയാലും അവൻ്റെ മേൽ ശിക്ഷ നടപ്പാക്കുമോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ അവനോട് മോശമായി പെരുമാറിയാലും 3 പ്രാവശ്യം ഇത് ആവർത്തിക്കുകയുണ്ടായി. അപ്പം മാതാപിതാക്കൾ കുട്ടികളോട് മോശമായി പെരുമാറിയാലും കുട്ടികൾ തീർച്ചയായിട്ടും തിരിച്ച് അവരോട് ഏറ്റവും നല്ല നിലയിൽ തന്നെ വർത്തിക്കേണ്ടതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലയിലുള്ള ശിക്ഷണം കൊടുത്ത് അവർക്ക് ഈ ആത്മീയ വഴി തുറന്നു വെച്ച് അവരെ നടത്തേണ്ടതാണ്. തങ്ങളുടെ മാതാപിതാക്കളെ അവഗണിക്കുവാനുള്ള അവകാശം മക്കൾക്കില്ല. മാതാപിതാക്കൾ അവരോട് മോശമായി പെരുമാറിയാൽ പോലും, കാരണം അവർക്ക് ഒരു ജന്മവും ജീവിതവും നൽകിയത് മാതാപിതാക്കളാണ്. അവരുടെ കഷ്ടപ്പാടുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അവരോട് മോശമായിട്ട് പെരുമാറുന്നു എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ പോലും അവരോട് മോശമായി പെരുമാറാൻ മക്കൾക്ക് അവകാശമില്ല. ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, ഹസരത്ത് അസ്മാ ബിന്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബഹുദേവത ആരാധകയായ മാതാവിനെ പറ്റി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. എന്താ, മാതാപിതാക്കളെ അവഗണിക്കുവാനുള്ള അവകാശം മക്കൾക്കില്ല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ അവരോട് മോശമായി പെരുമാറിയാൽ പോലും ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസിൽ ഹസരത്ത് അസ്മാ ബിന്ത് അബൂ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ മുശ്രിക്കത്തായ മാതാവിനെ പറ്റി നബി കരീം സല്ലല്ലാഹു, ഒരു മുശ്രിക്കത്താണ്, ബിംബത്തെ വെച്ച് ആരാധിക്കുന്നവരാണ്, അങ്ങനെയുള്ള ഒരു മാതാവാണ് എനിക്കുള്ളത്, അവരോട് എന്ത് ചെയ്യണം? എൻ്റെ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, അങ്ങനെ മുശ്രിക്കത്തായ ആ മാതാവ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു. എന്നിൽ നിന്നും എന്തെങ്കിലും അവർക്ക് കിട്ടണമെന്നുണ്ട്,
ഞാൻ അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിവചിച്ചു, അതെ, അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. അപ്പോൾ ബഹുദൈവാരാധകയായ തൻ്റെ മാതാവ് തൻ്റെ അടുത്ത് വന്നിട്ടും അവരോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ അവരോട് ഉപദേശിക്കുകയുണ്ടായി. അവർ മുശ്രിക്കത്താണ്, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലുള്ള ഒരു സ്ത്രീയാണ്, ആ നിലയിൽ അവരെ തള്ളിക്കളയുവാനൊരു അവകാശമുണ്ട്. കാരണം ഇത് നേർമാർഗം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു വരദാനമാണ്. അത് എപ്പോൾ ആർക്ക് എവിടെ വെച്ച് എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമ്പൂർണ്ണ മാതൃകാ പ്രവാചകൻ്റെ മറുപടി ഇതായിരുന്നു. അദ്ദേഹം അവരെ ബഹിഷ്കരിക്കുവാൻ പറഞ്ഞില്ല, അവരെ കാണരുതെന്ന് പറഞ്ഞില്ല, അവർക്ക് സലാം പറയരുതെന്ന് പറഞ്ഞില്ല. മാതാവ് ഒരു വിഗ്രഹാരാധകയായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരോട് നല്ല നിലയിൽ പെരുമാറുവാൻ, അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത്. നോക്കൂ, അപ്പം നമ്മൾ സ്ഥാപിക്കുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഏത് രീതിയിലുള്ള ആളുകളോ കയറി വരട്ടെ, അവരോട് ഏറ്റവും ഉത്തമമായ നിലയിൽ, ഏറ്റവും ഉദാത്തമായ നിലയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ആ മാതൃക അനുസരിച്ച് അവരോട് പെരുമാറാനും, അവരോട് പ്രവർത്തിക്കുവാനും, അവരോട് നല്ല നിലയിൽ ഇടപഴകുവാനും ഒരു കേന്ദ്രം വേണം. ഇന്ന് അങ്ങനെയുള്ള ഇടങ്ങളില്ല. ഇന്ന് പിരിവ് കേന്ദ്രങ്ങൾ മാത്രമാണുള്ളത്. മനുഷ്യരുടെ ധനം അന്യായമായി പിരിച്ചു കൊണ്ടുപോയി സ്വന്തം ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളും ആശ്രയങ്ങളും അഭയകേന്ദ്രങ്ങളും ലോകത്ത് അങ്ങോളം ഇങ്ങോളം ലോകമെങ്ങും. ഇപ്പോൾ വളരെ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുകയുണ്ടായി, ഈ ലോകത്തിലുള്ള സകല അനാഥ കുട്ടികളെയും, എല്ലാ വിധവകളെയും, എല്ലാ മിസ്കിന്മാരെയും, ഇവരെ എല്ലാവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ജമാഅത്തിനുണ്ടായിരുന്നു. ആ ജമാഅത്ത് അത് ഏറ്റെടുക്കേണ്ടതാണ്. അത് ഞാൻ തന്നെ ഖലീഫ എന്ന നിലയിൽ ഞാൻ മാത്രമായും ചെയ്യാവുന്നതല്ല. ഞാനും എൻ്റെ ശിഷ്യന്മാരും കൂടെ ചേർന്നാണ് ആ നടപടിക്രമങ്ങൾ നടത്തേണ്ടത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് എത്തിച്ചേരാനുണ്ടായ കാരണം. ഇങ്ങനെ ഒരു ഇമാം വന്നില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുന്ന ഒരു പ്രശ്നമേ വരുന്നില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥമായ അധ്യാപനം ലോകമെങ്ങും തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ കാണിച്ച് മാതൃക സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി നിയോഗിതിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യുവാനും, അതുപോലെ നിങ്ങളുടെ സർഗശക്തികൾ അതിനുവേണ്ടി ഉപയോഗിക്കുവാനും നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും അതിൻ്റെ സന്തോഷ ഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അപ്രകാരമാകട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ അധ്യാപനങ്ങൾ ലോകത്ത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഐഹിക ലോകത്തും പാരിത്രിക ലോകത്തും ഇതിൻ്റെ സൽഫലങ്ങൾ അല്ലാഹു നൽകട്ടെ. ആ സൽഫലങ്ങൾ ഓരോന്നും നമുക്ക് പ്രവർത്തനത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം നൽകട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹ് ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.